ഇപ്പോഴാണ് സമാധാനം. ഒരു വലിയ മഴ പെയ്ത് തോർന്നു പോലെ. ഇനി ഞാൻ പോയിക്കോളാം. ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിച്ചോളാം. എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയ പോലും പരിചയം ഭാവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോളാം. ഒരു നറു പുഷ്പമായി എന്നെ നീളുന്ന മിഴിമുനയാരുവാ. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു, ഒരു റീലായിരുന്നു ഇത്. അപ്പം ഈ റീലിന് അധികം റീച്ചൊന്നും കിട്ടിയില്ലെങ്കിലും ഈ റീല് കണ്ട എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇത് ഏത് ആപ്പിലാണ് ഇത് എഡിറ്റ് ചെയ്തതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്തതെന്നും കൂടി ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു അതൊന്ന് വീഡിയോ ആക്കി കാണിക്കാമെന്ന്. ആദ്യം നമുക്ക് ഇൻഷോട്ട് ഓപ്പൺ ആക്കണം. ഇതാണ് ഇൻഷോട്ട് ആപ്പ്. അത് ഓപ്പൺ ആക്കണം. അവിടെ വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോ ക്ലിക്ക് ചെയ്യണം. ന്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടോ, ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ വീഡിയോ ആണോ വേണ്ടത് അത് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് 2 വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. 2 വീഡിയോ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോ ആണോ ചെയ്യേണ്ടത് ആ വീഡിയോ എല്ലാം സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുക്കണം. ഞാൻ ഈ രണ്ട് വീഡിയോ ആണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഫിൽറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫിൽറ്റർ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അഡ്ജസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റിനകത്ത് പോയിട്ട് ഈ ലൈറ്റ് നന്നായിട്ട് കുറയ്ക്കണം. കാരണം മഴയുടെ അല്ലെങ്കിൽ ഒരു ഇരുണ്ട് കൂടിയ കാലാവസ്ഥയാണ് ആ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഈ ലൈറ്റ്നെസ് ഒരു -45 അല്ലെങ്കിൽ -50 ഒക്കെ ആയിട്ട് കൊടുക്കുക. കോൺട്രാസ്റ്റ് ഒരു 8 അല്ലെങ്കിൽ ഒരു 8 കൊടുക്കുക നമുക്കിവിടെ. സാച്ചുറേഷൻ നോക്കണം കേട്ടോ, അതൊക്കെ നീക്കി ഡ്രാഗ് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ സാച്ചുറേഷൻ ഇവിടെ ഒരു 10 കൊടുക്കുക. അപ്പോൾ നേരത്തെ ഇതായിരുന്നു അതിൻ്റെ വീഡിയോയുടെ റോ വീഡിയോ ഇതായിരുന്നു. ഇപ്പം നമ്മൾ ആ ഫിൽറ്റർ കൊടുത്തപ്പോൾ എന്നാൽ വീഡിയോ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സൈഡിൽ ഡബിൾ ടിക്കും ഇവിടെ ഒരു ടിക്കും ഉണ്ട്. നമ്മൾ ഒരു ടിക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഈ വീഡിയോ മാത്രം ചേഞ്ച് ആകും. ഇപ്പുറത്തെ വീഡിയോയിലോട്ട് ആ ഒരു ഫിൽറ്റർ വന്നിട്ടില്ല. ഇപ്പുറത്തെ വീഡിയോയിലോട്ട് അതേ ഫിൽറ്റർ വരണമെങ്കിൽ അഡ്ജസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ഒരു ഡബിൾ ടിക്കില്ലേ, അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഏതൊക്കെ വീഡിയോ ആഡ് ചെയ്യുന്നു അതെല്ലാം ഈ ഒരു ഫിൽറ്റർ വരും. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ലൈറ്റും കോൺട്രാസ്റ്റും സാച്ചുറേഷനൊക്കെ ഇതേ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിന് ഇവിടെ ഞാൻ ഡബിൾ ടിക്ക് കൊടുക്കുക. ഫിൽറ്റർ അപ്ലൈ ടു ഓൾ. ഈ വീഡിയോയിലും ആ ഒരു ഫിൽറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ നോക്കിയാൽ കണ്ടോ, ഇതായിരുന്നു റോ വീഡിയോ. നമ്മൾ ആ ഫിൽറ്റർ ഒന്ന് ആഡ് ചെയ്തപ്പോഴത്തേക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിങ്ങനെ സെക്കൻഡ് ഇമേജ് ഞാൻ കാണിച്ചു തരാം. സെക്കൻഡ് വീഡിയോയിലും ഇതായിരുന്നു റോ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നു. അത് നമ്മൾ ഫിൽറ്ററൊക്കെ ആഡ് ചെയ്തപ്പം ഇതാ ഈ ഒരു രൂപത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അവിടെ സ്റ്റിക്കർ ടെക്സ്റ്റ്, അപ്പോൾ നമുക്ക് ടെക്സ്റ്റാണ് വേണ്ടത്. വീണ്ടും ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ എന്താ കൊടുക്കുക, ഒരു ക്യാപ്ഷൻ, എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ ക്യാപ്ഷനായിട്ട് മഴത്തുള്ളി ഇതാണ് കൊടുക്കുന്നത്. മഴത്തുള്ളികൾ. ഓക്കെ, മഴത്തുള്ളികൾ എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ടെക്സ്റ്റിനകത്ത് ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നമുക്ക് ഇതിൻ്റെ കളറൊക്കെ മാറ്റണമെങ്കിൽ ഇവിടെ തന്നെ കളറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ടെക്സ്റ്റ്, അതിനകത്ത് ആ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുക്കാം. ഇവിടെ പല കളേഴ്സും ഉണ്ട്. നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് ഇതിനകത്ത് മഞ്ഞ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ബോർഡർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ബോർഡറിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ബോർഡർ ഓരോ കളർ ഇവിടെ സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ബോർഡർ ഇല്ലാത്തതാണ് തോന്നുന്നു ഭംഗി തോന്നിയത്. ഞാൻ ബോർഡർ കൊടുത്തിട്ടില്ല. ദെൻ ഷാഡോ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഷാഡോ കൊടുക്കുന്നില്ല. ദെൻ ഗ്ലോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഗ്ലോ. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഗ്ലോ ഉള്ളതാണ് ഭംഗിയെന്ന് തോന്നുന്നു. ഒരു 56 ആണ് ഞാൻ ഗ്ലോ കൊടുത്തേക്കുന്നത്. ലേബൽ കൊടുക്കുന്നില്ല. ഇവിടെ ഒപ്പാസിറ്റി എപ്പോഴും 100 ആയിരിക്കണം. കാരണം ഒപ്പാസിറ്റി കുറയുമ്പോൾ നമുക്ക് അക്ഷരങ്ങൾ മങ്ങിപ്പോവും. ഒപ്പാസിറ്റി എപ്പോഴും നല്ല അക്ഷരങ്ങൾ കാണാനായിട്ട് ഒപ്പാസിറ്റി എപ്പോഴും 100 ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഈ ഒരു ടെക്സ്റ്റ് വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ വേണമല്ലോ. അപ്പം ഇവിടെ ഒരു ആരോ ഉണ്ടോ,
ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ആദ്യം കാണും. ക്ലിപ്പ് ബിഗിനിങ് ആണെങ്കിൽ ഈ ക്ലിപ്പിൻ്റെ ആദ്യം നമുക്ക് വീഡിയോ ബിഗിനിങ് കൊടുക്കാം. ഇവിടെ ഈ ലാസ്റ്റത്തെ ആരോ ഉണ്ടല്ലോ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിപ്പ് എൻഡ് ഉണ്ട്, വീഡിയോ എൻഡ് ഉണ്ട്. നമുക്ക് ക്ലിപ്പ് എൻഡ് ആണെങ്കിൽ ഈ ഒരു ക്ലിപ്പ്, ഈ ഒരു പർട്ടിക്കുലർ ക്ലിപ്പിൻ്റെ അവസാനം വരെ ഇതിൻ്റെ ഓഡിയോ കാണും. വീഡിയോ എൻഡ് ആണെങ്കിൽ ഈ ഒരു ഫുൾ വീഡിയോയുടെ അവസാനം വരെ കാണും. അപ്പോൾ നമുക്ക് വീഡിയോ എൻഡാണ് ഇവിടെ വേണ്ടത്. വീഡിയോ എൻഡ് കൊടുക്കാം. ഈ ഒരു ഫുൾ വീഡിയോയിലുണ്ട്. നമുക്കിനി ഈ ടെക്സ്റ്റ് എവിടം വരെ വേണം അല്ലെങ്കിൽ എവിടെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു പൊസിഷൻ നമ്മൾ ഡ്രാഗ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യണം. മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് ഓഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഓൺ വോയിസ് കൊടുക്കാനാണെങ്കിൽ ഇവിടെ റെക്കോർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതല്ല നമ്മുടെ ഫോണിനകത്തുള്ള ഓഡിയോ ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ മ്യൂസിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള പ്ലേലിസ്റ്റ് വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോയ്ക്കകത്തുള്ള ഓഡിയോ ആണ് എടുക്കുന്നത്. അപ്പം എക്സ്ട്രാക്റ്റ് ഓഡിയോ ഫ്രം വീഡിയോ ആണ് ക്ലിക്ക് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ എടുത്തു. അതിനകത്ത് ഓഡിയോ സെലക്റ്റഡ് ആണ്. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക. ഇപ്പം നമ്മളുടെ ഓഡിയോ ഇതിനകത്ത് ആയിട്ടുണ്ട്. നമുക്കിവിടെ ടിക്ക് കൊടുക്കാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഓൾമോസ്റ്റ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു വാട്ടർമാർക്ക് കൊടുത്തപ്പോൾ ഒരു ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്ക്, അതിൻ്റെ മേളിലായിട്ടൊരു കുഞ്ഞ് ക്രോസ് കൊടുത്തപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വാട്ടർമാർക്ക് വേണ്ട എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ക്രോസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ആഡ് ഫ്രീ റിമൂവ്, അപ്പം നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ആഡ് കാണേണ്ടി വരും. ഈ വാട്ടർമാർക്ക് അങ്ങ് പോകും. അപ്പോൾ ആഡ് ഫ്രീ റിമൂവിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് വന്നിട്ട് ആ സംഭവം പോയിട്ടുണ്ട്. ആഡ് വന്നിട്ട് അതിൻ്റെ ആ വാട്ടർമാർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തു, നമ്മൾ ഓഡിയോ ആഡ് ചെയ്തു, വീഡിയോയ്ക്ക് വേണ്ട ഞാൻ ചെയ്ത എഡിറ്റിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യണം. അതിന് നമ്മളിവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ആ എക്സ്പോർട്ടിനകത്തോട്ട് ചെയ്യുക. അപ്പോൾ അവിടെ റെസൊല്യൂഷൻ ചോദിക്കും. അപ്പോൾ നമുക്ക് വേണ്ട റെസൊല്യൂഷൻ 4K ആണെങ്കിൽ 4K, 2K ആണെങ്കിൽ 2K. ഞാൻ ഇപ്പോൾ ഇവിടെ 2K കൊടുക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വീഡിയോ ഏതാണ്ട് കൺവേർട്ടിങ് വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അത് 100% ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ ഗാലറിയിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 100% എത്തി. ഇപ്പോൾ നമ്മുടെ വീഡിയോ സേവ്ഡ് ആയിട്ടുണ്ട്, നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ, ഇത്രയേ ഉള്ളൂ എഡിറ്റിംഗ് പോർഷൻസ് എന്ന് പറയുന്നത്. എൻ്റെ സൗണ്ട് പോയി. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.